ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശരത്ത് മോഷ്ടിച്ച കാശും കൊണ്ട് സച്ചിയുടെ മുമ്പിൽ അങ്ങനെ വെച്ച് ഡയലോഗ് അടിക്കുവാണ്. ഇതാ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച കാശ്, ഒരു നയാ പൈസ കുറവില്ലാതെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവം കാരണം ഇപ്പം ഈ പൈസ വേണ്ടെന്ന് പറയും. നീ എന്തിനാണ് എനിക്ക് വേണ്ട നിൻ്റെ മോഷ്ടിച്ച കാശെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡയലോഗ് അടിക്കുമായിരിക്കും. വേണ്ടെങ്കിൽ പറ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ശരത്ത് വീണ്ടും ആ പൈസ എടുക്കുവാണ്. അപ്പോൾ സച്ചി പറയും, ഞാൻ എന്തിനു വേണ്ടെന്ന് പറയണം, ഇതെൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അല്ലാതെ നിന്നെപ്പോലെ മോഷ്ടിച്ചുണ്ടാക്കിയ പൈസയല്ല. എടാ മഹേഷേ, ഇതൊന്ന് എണ്ണി നോക്കിയേ, ഇവൻ കള്ളനാ, ഇതിൽ നിന്ന് വല്ല ഒറ്റ പൈസ കുറവുണ്ടാകുന്ന എണ്ണി നോക്കട, എണ്ണി നോക്കിയിട്ട് പറ. ഇവനല്ലേ ആള്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പൈസ ഒരിക്കലും വേണ്ടെന്ന് പറയില്ലാന്ന് സച്ചി തിരിച്ചു പറയുവാണ്. ഇത് കേട്ട് ശരത്ത് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ശരത്ത് ഓർത്തു സച്ചി പൈസ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു തരുമെന്ന്. അപ്പോൾ ശരത്ത് പറയുവാണ്, ഇനി മേലാ നിങ്ങളായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തീർന്നു, ഇനി മേലാ എന്നെ ഉപദേശിക്കാനും വന്നേക്കരുത്. അപ്പോൾ സച്ചി പറയും, ഞാൻ എന്തിനാണ് നിന്നെ ഉപദേശിക്കുന്നത്, നീ പോടാ, നിന്നെ പോലെയുള്ള ഉപദേശിക്കാൻ ഇനി ഞാനില്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയും, ഇപ്പോൾ നിങ്ങളുടെ പെങ്ങളെ ഭാര്യയെ വിട്ടിട്ടാണല്ലോ ഉപദേശിപ്പിക്കൽ, ഇനി അങ്ങനത്തെ ഒരു ഇടപാടും വേണ്ട, എൻ്റെ ചേച്ചിയെ വിട്ട് എന്നെ ഉപദേശിപ്പിക്കാൻ നോക്കരുതെന്നാണ് ശരത്ത് പറയുന്നത്. അപ്പോൾ സച്ചി പറയും, ഞാൻ ആരെയും വിട്ടൊന്നും ഉപദേശിപ്പിച്ചിട്ടൊന്നുമില്ല, നീ ഒന്ന് പോയടാ, മിണ്ടാണ്ടിരുന്നോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് പറയും, പിന്നെ നിങ്ങളല്ലേ രേവതി ചേച്ചി ഇളക്കി വിട്ട് ആൻ്റണിയുടെ കൂടെ പണിക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതാക്കുന്നത്, ഞാൻ ആൻ്റണി ചേട്ടൻ്റെ കൂടെ തന്നെ പണിക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് ശരത്ത് ചൂടാകുവാണ്. അപ്പോൾ സച്ചി പറയും, നീ മിണ്ടാണ്ടിരുന്നോ, ഞാൻ മര്യാദക്ക് പറഞ്ഞില്ലേ ഞാൻ ആരെയും ഉപദേശിക്കാൻ വേണ്ടി വിട്ടിട്ടില്ല എന്നൊക്കെയെന്ന്. ശരത്ത് പറയുകയാണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ ഉപദേശിക്കാൻ നോക്കി, അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ സെൻറ്റിമെൻ്റലായിട്ട് എന്നെ ഉപദേശിപ്പിക്കാൻ വേണ്ടി ചേച്ചിയെ വിട്ടിരിക്കുന്നു വീട്ടിലോട്ടെന്ന് പറയും. അപ്പോൾ സച്ച് പറയുവാണ്, നിനക്ക് എന്ത് സെൻറ്റിമെൻറ്റ്സ്, നിനക്ക് അത് അറിയാമായിരുന്നെങ്കിൽ നിൻ്റെ വീട്ടുകാരെ മറന്ന് നീ ഈ ക്രിമിനലിൻ്റെ കൂടെ കൂടുമായിരുന്നോടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആൻ്റണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആൻ്റണി അവിടെ നിന്ന് ഒച്ച വെക്കാൻ തുടങ്ങും. അപ്പോൾ സച്ചിക്കും ദേഷ്യം വന്ന് സച്ചി ആൻ്റണിയോട് ഉടക്കാൻ വേണ്ടി പോകുവാണേ. അപ്പോഴേക്കും ശരത്ത് പറയും, നിങ്ങൾക്ക് തരാനുള്ള പൈസയൊക്കെ തന്നില്ലേ, ഇനി എന്താ നിങ്ങൾക്ക് അതിൻ്റെ പലിശക്കാശും കൂടി വേണമെന്ന് ചോദിച്ചിട്ട് പോക്കറ്റിൽ നിന്നും കുറച്ചും കൂടി 10,000 രൂപയും കൂടി എടുത്ത് സച്ചിക്ക് കൊടുക്കുവാണ്. സച്ചി അത് മേടിച്ചിട്ട് പറയും, നീ എനിക്ക് തരാനുള്ളതൊക്കെ തന്നു, ഇത് നിൻ്റെ പിച്ചക്കാശ്, ഇത് നീ തന്നെ വെച്ചോ, നിനക്ക് ഇനിയും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ആവശ്യമായിട്ട് വരും, നിന്നെ ഞാൻ ഇപ്പോൾ വിചാരിച്ചാലെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, നിങ്ങൾ എന്നെ എന്ത് ചെയ്യും, കൂടി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, പോയി കയറ്റിക്കോ, ഞാൻ പോലീസ് സ്റ്റേഷനിലായാലും എന്നെ ഇറക്കാൻ ഇവിടെ പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഡയലോഗ്. ഇനി മേലാ നിങ്ങൾ എൻ്റെ വഴിക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് സച്ചിയും ചീത്ത പറഞ്ഞ് ശരത്ത് ആൻ്റണിയുടെ ബൈക്കിൽ കയറി പോകുകയാണ്. സച്ചിക്ക് ശരത്തിൻ്റെ ഭാവി ഓർത്ത് നല്ല പേടിയുണ്ട്. രേവതി ഇതൊക്കെ അറിഞ്ഞാൽ അവൾക്ക് താങ്ങാനാവില്ല എന്നൊക്കെ സച്ചി മഹേഷിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹേഷ് പറയും, എടാ അവൻ കിട്ടുമ്പോഴേക്കും പഠിച്ചോളും, നീ അതോർത്ത് വിഷമിക്കണ്ട, അതെന്തെങ്കിലും ആവട്ടെ, നീ ഈ പൈസ എങ്ങനെയാണ് വീട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നത്, ഇവൻ തന്നെന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ പോകുവാണോ, അതിന് വല്ല വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുവാണ് ഈ പൈസ എങ്ങനെ വീട്ടിൽ ഏൽപ്പിക്കും എന്നുള്ളത്. പിന്നെ കാണിക്കുന്നത് വീടാണ്. സമയത്ത് ഭക്ഷണമാവാത്തതുകൊണ്ട് ചന്ദ്ര രേവതിയെ ചീത്ത പറയുവാണ്, നീ പൂക്കട വെച്ച പിന്നെ നാട് മൊത്തം തെണ്ടിക്കറങ്ങി വന്നിട്ടാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ രേവതി ചീത്ത പറയുന്നുണ്ട്, സമയത്തിന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ജയിലിൽ പോകണം, അവിടെ ആകുമ്പോൾ കറക്റ്റായിട്ട് ഭക്ഷണം കിട്ടും എന്നൊക്കെ രേവതി പരിഹസിക്കുവാണ്. ചന്ദ്രക്ക് ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ നാക്കിനത്തിരി നീളം കൂടുന്നുണ്ട്, നിൻ്റെ മോന്തക്കിട്ട് ഒരു അടി കിട്ടാത്തതുകൊണ്ടാണെന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ രേവതി പറയും, എന്നാൽ നിങ്ങൾ എന്നെ അടിക്കണം എന്നല്ലേ പറഞ്ഞത്, ഞാൻ ഇതൊക്കെ പോലീസിനോട് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ഇപ്പം തന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, അപ്പോൾ രാത്രിയത്തെ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. പിന്നെ രേവതി ഒരു സുഹൃത്തിൻ്റെ കഥയും പറയുന്നുണ്ട്. സുഹൃത്തിൻ്റെ അമ്മായിയമ്മ ഇതേപോലെ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളൊരു ദിവസം ഫോണിൽ റെക്കോർഡ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേൾപ്പിച്ചു. ഇപ്പോൾ അവളുടെ അമ്മായിയമ്മ ജയിലിലാണെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്ക് നല്ല പേടിയാവുന്നുണ്ട്. ചന്ദ്ര പറഞ്ഞു, ഞാൻ വിശന്നിട്ടല്ലേ പറഞ്ഞത്, സമയത്ത് ആവുമ്പോൾ ആയാൽ മതി, ഭക്ഷണമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീടാകുമ്പോൾ നീങ്ങിന്നൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് സാരമില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര പോകുവാണ്. രേവതി ഇത് കണ്ട് ചിരിക്കുവാണേ. പിന്നെ രേവതിയുടെ വീട്ടിൽ വന്ന ഒരു ചേച്ചി പൂ മേടിച്ചുകൊണ്ടും പോകുവാണ്. അപ്പോൾ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട്, നീ എന്താടി വീട്ടിലും പൂ വിൽപ്പന തുടങ്ങിയോ, ഫ്രിഡ്ജിലൊക്കെ കയറ്റി പൂക്കൾ വെച്ചിട്ട് ഫ്രിഡ്ജിലെ സാധനങ്ങൾക്കൊക്കെ പൂവിൻ്റെ മണമെന്ന് പറയും. അപ്പോൾ രവി കളിയാക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഫ്രിഡ്ജിൽ അവൾ പൂക്കളൊക്കെ വെക്കട്ടെ. അപ്പോൾ ചന്ദ്ര പറയും, എൻ്റെ ശ്രുതിമോൾ എനിക്ക് മാസം മാസം കാശ് തരുന്നുണ്ട്, ഈ രേവതി എനിക്കൊരു കാശ് പോലും തരുന്നില്ല. അപ്പോൾ രവി പറയും, അവളെന്തിനാണ് നിനക്ക് കാശ് തരുന്നത്, പിന്നെ എൻ്റെ വീടിൻ്റെ മുമ്പിലല്ലേ അവൾ കട വെച്ചിരിക്കുന്നത്, അപ്പോൾ എനിക്ക് കാശ് തരണ്ടേ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വീടിൻ്റെ പൊക്കത്തൂടെ 2 പ്ലെയിൻ പോകുന്നുണ്ട്, അമ്മ അതിനും വാടക ചോദിക്കുമെന്ന് പറഞ്ഞ് അമ്മയെ കളിയാക്കുവാണ് സച്ചി. എൻ്റെ ശ്രുതിമോളുടെ ബ്യൂട്ടി പാർലർ കൊണ്ട് എനിക്ക് നല്ല ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, അവളുടെ ബ്യൂട്ടി പാർലറിൽ എനിക്ക് അഭിമാനമൊക്കെ ആണെന്ന് പറഞ്ഞ് ചന്ദ്ര പൊക്കി പറയുമ്പോഴേക്കും സച്ചി കളിയാക്കുന്നുണ്ട്. ശരിയാ, ബ്യൂട്ടി പാർലറിൻ്റെ അമ്മയുടെ പേര് തന്നെയാണെന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. ചന്ദ്രക്കറിയില്ലല്ലോ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയ കാര്യം, പക്ഷെ ഇവർക്കെല്ലാം അറിയാം, അതുകൊണ്ടാണ് കളിയാക്കുന്നത്.
സച്ചി എന്നിട്ട് പോക്കറ്റിൽ നിന്നും കാശെടുത്ത് അച്ഛൻ്റെ നേരെ നീട്ടുവാണ്. അച്ഛ ഇത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോയ കാശാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും എൻ്റെ കയ്യിൽ നിന്ന് പോയ കാശോ? ആ പണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പോക്കറ്റ് അടിച്ച് പോയില്ലേ ശ്രീകാന്തിൻ്റെ അമ്മായപ്പൻ കൊടുത്ത കാശ്, ആ കാശാണ് ഇതെന്ന് പറയുമ്പോഴേക്കും അച്ഛൻ ഞെട്ടുവേ. അതെങ്ങനെ നിൻ്റെ കയ്യിൽ? അപ്പോൾ സച്ചി പറയും ആ കള്ളനെ പോലീസ് പിടിച്ചു. അപ്പോൾ കള്ളനാണെങ്കിൽ മാപ്പ് പറഞ്ഞ പൈസ മൊത്തം പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് എനിക്കറിയാവുന്ന ആളായതുകൊണ്ട് അയാൾ എന്നെ വിളിച്ച് ഈ കാശ് ഏൽപ്പിച്ചു എന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ട് ശ്രുതിക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കള്ളന്മാരിങ്ങനെ എല്ലാ പൈസയും കൊണ്ടുവന്ന് ഏൽപ്പിക്കോ? ശ്രുതിയും പറയുന്നുണ്ട് ഒരു കള്ളനും ഇങ്ങനെ മൊത്തം കാശ് ഏൽപ്പിക്കില്ല അച്ഛാ, കള്ളന്മാർ അതിൽ നിന്നൊക്കെ എടുത്ത് ചെലവാക്കും എന്നാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ സച്ചി പറയും ആ നിനക്ക് കള്ളന്മാരുടെ മനഃശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇതങ്ങനത്തെ കള്ളനല്ല, പോലീസുകാരനെ ഏതായാലും എന്നെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുവാണ് എനിക്കിത് ഏതായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന് പറയും. അപ്പോൾ സച്ചി പറയുവാണ് പണ്ട് മലേഷ്യയിൽ നിന്നാണെന്ന് പറഞ്ഞ് നിൻ്റെ ഒരു ഇളയച്ചനെ കൊണ്ടുവന്നായിരുന്നില്ലേ, ആ ഇളയച്ചനെ കണ്ട മലേഷ്യക്കാരനാണെന്നേ തോന്നത്തില്ല എന്നാണ് സച്ചി പറയുന്നത്. ഇത് കേട്ട് ശ്രുതി വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് ആൻറ്റി അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പൈസ നഷ്ടപ്പെട്ടപ്പോൾ. അപ്പോൾ ചന്ദ്ര പറയും അന്നത്തെ സിറ്റുവേഷനിൽ എനിക്ക് പരാതിയൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ശ്രുതി പറയും പരാതി കൊടുക്കാത്തൊരു കേസിൽ കള്ളനെ പിടിച്ചിട്ട് ആ കാശ് പരാതിക്കാരൻ്റെ മോനെ വിളിച്ചേൽപ്പിക്കുന്നു, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അച്ഛാ ഈ കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരനായ ഒരു പോലീസുകാരനോട് പറഞ്ഞായിരുന്നു, അപ്പോൾ വേറൊരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതും കിട്ടിയപ്പോഴേക്കും എന്നെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അങ്ങനെ കിട്ടിയെങ്കിൽ തന്നെ അതൊരിക്കലും നേരിട്ട് ഏൽപ്പിക്കില്ല, കോടതി മുഖേന ഏൽപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഓ നീ ഒരു ക്രിമിനൽ അല്ലേ, അപ്പോൾ എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേടി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും എൻ്റെ കൂട്ടുകാരി ഒരു കോടതിയിലെ വക്കീല, അതുകൊണ്ട് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി തട്ടിമുട്ടി ഒപ്പിക്കുവാണ്. എന്തായാലും പൈസ കിട്ടിയില്ല അച്ഛാ, ഇന്ന് പിടിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുവാണ് സച്ചി ഈ പൈസ അച്ഛൻ വേറെ ആരെയും ഏൽപ്പിക്കരുത്, അമ്മയെപ്പോലും ഏൽപ്പിക്കരുത്, കാരണം കഴുകും കണ്ണുകളുമായി കുറേ പേര് ചുറ്റിനും കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും ഇത് എനിക്ക് അവകാശപ്പെട്ട കാശാടാ, ഇത് ഞാൻ ആരെയും ഏൽപ്പിക്കില്ല എന്ന് പറയുവാണ്. ഏതായാലും ശ്രുതിക്ക് ഈ കാര്യത്തിൽ നല്ല ഡൗട്ടുണ്ട്. ശ്രുതി മുറിയിൽ വെച്ച് ശ്രുതിയായിട്ട് സംസാരിക്കുന്നുണ്ട്. സച്ചിക്ക് ഈ കള്ളനെ നേരത്തെ അറിയാം, ശ്രുതി ഒന്നെങ്കിൽ സച്ചിയായിട്ട് വിട്ട ആളാണ്, അല്ലെങ്കിൽ ഈ കള്ളനെ സച്ചിക്കറിയാം, ഇതിലേതെങ്കിലും ഒന്നും നടന്നിരിക്കുന്നതെന്ന് ശ്രുതി പറയും. ഇതൊക്കെ പുറത്തുനിന്ന് രേവതിയും കേൾക്കുന്നുണ്ട്. ഏതായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.